ഇന്ന് CSEB-യുടെ 1060/2025 നമ്മൾ ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന CSEB ക്ലർക്കിൻ്റെ പരീക്ഷ നടന്നു. പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്യാമിൻ്റെ വിജയാശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം CSEB ആദ്യമായിട്ടൊരു ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് തന്നു. ആ സിലബസിന് 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ പരീക്ഷ നടന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ അത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ആ ഒരു ഡ്യൂറേഷനുള്ളിൽ നിന്നുകൊണ്ട് പഠിച്ച കുട്ടികൾക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരീക്ഷയ്ക്ക് ഒരു മാറ്റം വന്നതനുസരിച്ച് തന്നെ ഒരു സ്റ്റാൻഡേർഡ് പുലർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷയും തന്നെയാണ് CSEB നടത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മളെപ്പോഴും CSEB-യുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം, പ്രധാനമായിട്ടും ക്ലർക്കിൻ്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് ആൻസർ കീ അല്ലെങ്കിൽ ശരിയായ ആൻസർ അറിയുന്നതിന് വേണ്ടി നമ്മൾ പലപ്പോഴും പല വീഡിയോസും ഒക്കെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഏറ്റവും നല്ല ഒരു ആൻസർ കീ, അതായത് മാക്സിമം, അതായത് 99% കറക്റ്റായിട്ടുള്ള ആൻസറുകൾ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ആൻസർ കീ ആണ് ഇന്ന് ക്യാം നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം CSEB-യുടെ ആൻസർ കീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പറയുന്ന നമുക്ക് ഒറിജിനൽ ആൻസർ ഇതാണ് അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഇതാണ് എന്ന് അറിയാമെങ്കിൽ തന്നെയും ചെറിയൊരു വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ വേരിയേഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്നാലും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് C ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പലരുടെയും കയ്യിൽ പല ആൻസർ കോഡ് ആയിരിക്കും. എങ്കിലും ജസ്റ്റ് അതിൽ ആൻസർ മാത്രം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണോ, നമുക്ക് ഏകദേശം എത്ര മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡിസ്കഷനിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അതിന് ആൻസർ ഈ ഡിസ്കഷനിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നോക്കിയേ, കോഡ് നമ്പർ C ആണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, CSEB-യുടെ ഫൈനൽ ആൻസർ കീ വരുന്നത് വരെ നമുക്ക് നമ്മുടെ മാർക്ക് എത്രയാണെന്ന് ഉറപ്പിക്കാൻ പാകത്തിന് ആൻസർ കീ വരുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വേരിയേഷൻസ് ഉണ്ടാവും. എങ്കിലും മാക്സിമം നല്ല രീതിയിൽ ഒരു ആൻസർ കീ തന്നെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഫസ്റ്റിലെ കോഡ് നമ്പർ C ആണ്. കോഡ് നമ്പർ Cയിൽ ഫസ്റ്റിലെ വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 10 ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് 10, മാത്സ് 10 ക്വസ്റ്റ്യൻസ്, GK 10, ബാക്കി സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സിനോണിമം ഫോർ ദ വേർഡ് വില്ലി. വില്ലി എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിമം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഒന്ന് നമുക്ക് നോക്കിക്കോ. ഓപ്ഷനിൽ കണിങ്, ആംഗ്രി, സാഡ്, ലവ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A കണിങ് ആണ് ഇതിന്റെ വില്ലി എന്ന് പറഞ്ഞതിന്റെ സിനോണിമമായിട്ട് വരുന്നത്. പിക്ക് ദ കറക്റ്റ് അനോണിമം ഫോർ എമിസ്. എമിസ് എന്ന് പറയുന്ന വേർഡിന്റെ അനോണിമം. ഓക്കെ, പിക്ക് ദ കറക്റ്റ് അനോണിമം ഫോർ എമിസ്. സ്റ്റാർട്ട് ഓർ മെറിഡ്, ആക്യുറേറ്റ്, എന്താണ് ഇൻറ്റിമേറ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് അനോണിമമായിട്ട് വരുന്നത്? ഓപ്ഷൻ C ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസസ്. Manish regretted the odd affair. He was thinking that those words. First option, he had better not to be spoken, had better not being spoken, had spoken by mistake, would not be spoken. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ B. ഓക്കെ, then fourth one. Choose the correct question tag. Question tag choose ചെയ്യാനാണ്. You are coming with us. Aren't you? Are you? Don't you? Will you? ഓക്കെ, ആൻസർ A ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ A ആണ്. എന്താണ്? Aren't you ആണ് കറക്റ്റ് ആൻസർ A. Choose the correct one word substitute. വൺ വേർഡ് അല്ലെ, താഴെ തന്നിരിക്കുന്ന വേർഡിന്റെ ഒറ്റ പദം, അതാണ് വൺ വേർഡ് എന്ന് ഉദ്ദേശിക്കുന്ന. വൺ വേർഡ്, എ പേഴ്സൺ ഹു റൈറ്റ് ഡിക്ഷണറീസ്.
നോക്കിയേ, ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ലെക്സിയോഗ്രാഫർ എന്ന് വിളിക്കുന്നു, ലിംഗ്വിസ്റ്റ് എന്ന് വിളിക്കുന്നു, എഡിറ്റർ. ഓക്കെ, അതായത് ഹൂ റൈറ്റ്സ് ദ ഡിക്ഷണറീസ് റൈറ്റ് ചെയ്യുന്ന പേഴ്സണെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ലെക്സിക്കോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ് സ്പെൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് സ്പെല്ലിംഗ് താഴെ തന്നിരിക്കുന്ന വേർഡില് കറക്റ്റ് സ്പെൽഡ് വേർഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് 6. ദെൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് സ്പെൽ വേർഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. കറക്റ്റ് ടെൻസിന്റെ ഫോം. ദ ചിൽഡ്രൻ ഡാഷ് ഇൻ ദ ഗാർഡൻ when it started raining. Okay, played. The children played ആണോ, the children playing ആണോ, the children were playing ആണോ, the children have played ആണോ? എന്താണ്? The children were playing in the garden when it started raining. Okay, raining started. When it started raining, the children were playing. Choose the correct article. She is reading dash interesting book. She is reading dash interesting book. A interesting book, an interesting book, the interesting book, then no article. Adana article onnum vende. She is writing an interesting book. He is writing an interesting book. Identify the correct preposition. Okay, preposition. Correct preposition. എന്താണ് correct preposition? He has been absent dash last month, since last month, for last month, from last month, on last month. Okay, he has been absent since last Monday. Months alla Monday. Adada he has absent since last Monday. Change the sentence to passive voice. ഈ സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. The chef cooked a delicious meals. The chef cooked a delicious meals. The delicious meals was cooked by the chef. The delicious meal is cooked by the chef. The delicious meal has cooked by the chef. The delicious meal has been cooked by the chef. The delicious meal was cooked by the chef. Okay, അപ്പോൾ എന്താണ് the delicious ആൻസർ എത്രയാണ്? 10ൽ A ആണ് ആൻസർ വരുന്നത്. 10ൽ A ആണ് ആൻസർ. The delicious meal was cooked by the chef. Then നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോയാൽ നമ്മളവിടെ GK-യുടെ ടോപ്പിക്കാണ് വരുന്നത്. GK-യുടെ ടോപ്പിക്കിൽ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. GK-യുടെ ടോപ്പിക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ GK-യിലെ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. Which article of Indian Constitution is Dr. B.R. Ambedkar called the heart and soul of the Indian Constitution? Okay, അതായത് which article of the Indian Constitution is Dr. B.R. Ambedkar called the heart and soul? ഇല്ലേ, heart and soul, അതായത് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയിലെ ഹൃദയവും ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 32 ഇതൊക്കെ നമ്മളൊക്കെ ഒരുപാട് നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് അല്ലേ. ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 14, then ആർട്ടിക്കിൾ 352 ആൻഡ് ആർട്ടിക്കിൾ 364. ഏത് ആർട്ടിക്കിൾ ആണ്? നമുക്കറിയാം ആർട്ടിക്കിൾ 32 ആണ് heart and soul എന്ന് വിശേഷിപ്പിക്കുന്നത്. Then next, in Kerala cabinet, who is the minister for additional skill acquisition program? അതായത് കേരള മന്ത്രിസഭയില അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ ഏതാണ്? കേരള ക്യാബിനറ്റില് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. KN ബാലഗോപാൽ, B. ശിവൻകുട്ടി, അതുപോലെ തന്നെ ഡോക്ടർ R. ബിന്ദു, P. രാജീവ്. ആരാണ്? ഡോക്ടർ R. ബിന്ദു. ആൻസർ ആരാണ്? ഡോക്ടർ R. ബിന്ദു ആണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ചാർജുള്ള മിനിസ്റ്റർ, ഡോക്ടർ R. ബിന്ദു. Then next question, Hirakud Dam in Odisha is situated in which river?
ഇല്ലേ? ഇതും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഹിരാക്കുഡ് ഡാം, ഒഡീസയിലെ ഹിരാക്കുഡ് ഡാം ഏത് റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് റിവറിലാണ്? കൃഷ്ണ നദിയിലാണോ, നർമ്മദ നദിയിലാണോ, ഗോദാവരിയിലാണോ, അതോ മഹാനദിയിലാണോ? ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി, അല്ലേ? മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത്. Then which state hosted the 2025 National Saras Mela? നാഷണൽ സരസ് മേള 2025 നാഷണൽ സരസ് മേളയില് എന്താണ് ആതിഥേയം വഹിച്ച അല്ലെങ്കിൽ ആതിഥേയത്വം വഹിച്ച സ്റ്റേറ്റ്, സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേരള. ഏതാണ്? കേരളയാണ്. 2022 സരസ് മേള, നാഷണൽ സരസ് മേളയില് ആതിഥേയത്വം വഹിച്ച സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കേരളയാണ്. ഓക്കെ, നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന കമന്റ്സുകൾ ഒന്ന് നോക്കാം. ആൻസർ മാത്രമായിട്ടൊന്ന് പറഞ്ഞു പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആൻസർ മാത്രമായിട്ട് പറഞ്ഞു പോയാലും ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പലരുടെയും കയ്യിൽ കോഡ് സി അല്ല ഉള്ളത്. അപ്പൊ നമുക്ക് ആൻസർ മാത്രമായിട്ട് പറഞ്ഞു പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാനുള്ള അമിതമായൊരു ഒരു ആകാംക്ഷയിലാണ് അങ്ങനെ ഒരു കമന്റ് ഇട്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും ഒരേ കോഡാണെങ്കിൽ നമുക്ക് ആൻസർ മാത്രമായിട്ട് പറഞ്ഞു തരായിരുന്നു സാന്ദ്ര. പലരുടെയും കയ്യിൽ പല കോഡായതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് മെൻഷൻ ചെയ്തല്ലേ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ മാത്രം പറഞ്ഞു, അതായത് ഓപ്ഷൻ വേണ്ട എന്നാണ് പറയുന്നത്. ഓപ്ഷൻ വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് അതാണ് കൂടുതൽ സ്യൂട്ടബിൾ എങ്കിൽ ഓപ്ഷൻ വേണ്ട, ഓപ്ഷൻ ഇല്ലാതെ ഞാൻ ആൻസർ മാത്രമായിട്ട് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, ഓക്കെ, മനസ്സിലായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, ബാക്കി കമന്റുകൾ നിങ്ങൾ നമുക്ക് അറിയാവുന്ന ആൻസർ എന്തെങ്കിലും നമുക്ക് സംശയമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഞാനത് വായിച്ച് അതിന്റെ കറക്റ്റ് ആണോ എന്താണെന്ന് മെൻഷൻ ചെയ്തുകൊള്ളാം കേട്ടോ. ഓക്കെ, ഇന്നും ഓപ്ഷൻ പറയുന്നില്ല, ആൻസർ മാത്രമായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് കൺവീനിയന്റ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു തരാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഹു ഈസ് ദ പ്ലെയർ ഹു ടുക്ക് ദ മോസ്റ്റ് വിക്കറ്റ് in the 2025 IPL and got the Purple Cup, one of the most prestigious individual award in the Indian Premier League. അല്ലെ, പ്രസ്റ്റീജിയസ് ഇൻഡിവിജ്വൽ അവാർഡ് നേടിയ 2025 IPL പർപ്പിൾ കപ്പ് നേടിയ വിന്നർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ, പ്രസിദ്ധ് കൃഷ്ണ. ഓക്കെ, ഓപ്ഷൻ എ പ്രസിദ്ധ് കൃഷ്ണയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്, മാർക്ക് ചെയ്തോളുക. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്, പ്രസിദ്ധ് കൃഷ്ണ. What is the name of the recent initiative of the Kerala Motor Vehicle Department to monitor the traffic violation, enforce traffic rules and reduce the road accident through the automated traffic enforcement using the powered cameras and other technologies? അങ്ങനെ എന്താണ് ട്രാഫിക് നിയമങ്ങൾ, ഇല്ല, ട്രാഫിക് നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഗതാഗത നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും വേണ്ടി കേരള മോട്ടോർ വാഹന വകുപ്പ് അടുത്തിടെ ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് സേഫ് കേരള. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, സേഫ് കേരള. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, സേഫ് കേരള ആണ് ആൻസർ. ഓക്കെ, ആൻസർ ടിക്ക് ചെയ്യാം. ചില സമയത്ത് വായിക്കുമ്പോൾ സ്ക്രീനിൽ നമുക്ക് പെണ്ണ് ചില സമയത്ത് വിസിബിൾ ആകാത്തത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ടിക്ക് ചെയ്തോളാവേ ഞാനിനി. ഓക്കെ, വിച്ച് ഈസ് ദ 5 പെർമനന്റ് മെമ്പേഴ്സ് ഇൻ ദ 15 യുണൈറ്റഡ് നേഷൻ കൗൺസിൽസ് വിത്ത് വീറ്റോ പവർ അധികാരമുള്ള 15 മെമ്പേഴ്സ് യുണൈറ്റഡ് നേഷൻസിന്റെ 5 പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ്. 5 പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ചൈന, ഫ്രാൻസ്, UK and USA. ബി, ആൻസർ ബി ആണ്, ചൈന, ഫ്രാൻസ്, റഷ്യ ആൻഡ് USA. ഓപ്ഷൻ ബി ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 5 പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് 15 മെമ്പർ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ 5 സ്ഥിരം അംഗങ്ങൾ ചൈന, ഫ്രാൻസ്, റഷ്യ, UK and USA. Then ഓപ്ഷൻ ബി ആണ്. Who is the only Indian to be awarded both the highest civilian award, Bharat Ratna, and Pakistan highest civilian award, Nishan-e-Pakistan? ഈ 2 അവാർഡും കിട്ടിയ
വ്യക്തി ആരാണ്? ഇതൊക്കെ നമുക്ക് പല പ്രാവശ്യം നമ്മൾ CSEB പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? എല്ലാവർക്കും അറിയാം. 18ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൊറാർജി ദേശായി. അതായത് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ നിഷാദി പാകിസ്ഥാൻ എന്ന് പറയുന്ന അവാർഡ് ലഭിച്ചത് മൊറാർജി ദേശായി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത്, who is the last official ruler of Travancore at the time of formation of Kerala state by merging Travancore, Kochi and Malabar? ഇല്ലേ? അതായത് കേരള സ്റ്റേറ്റ് ബൈ മെർജിങ് ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ മെർജ് ചെയ്ത് ഇല്ലേ ഫോർമേഷൻ, അതായത് കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ അവസാനത്തെ റൂളർ ആരാണ്? അവസാനത്തെ റൂളർ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓപ്ഷൻ സി ആണ്, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓപ്ഷൻ സി. Which official reformer formed Arya Samaj in the year 1875? ആര്യ സമാജം നമുക്കറിയാം, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ സ്ഥാപകൻ. 1875 ആര്യ സമാജ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പൊ ഇത്രയുമാണ് ഇത്രയുമാണ് നമ്മുടെ GK-യുടെ ടോപ്പിക് അല്ലെ. വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. കറണ്ട് അഫയേഴ്സ്, 1-2 കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു GK ആണ് CSEB ഇപ്രാവശ്യം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ദെൻ അടുത്തത് മാത്സ് ആണ്. ഓക്കെ, മാത്സിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. അപ്പം ആദ്യത്തെ മാത്സിന്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓപ്ഷൻ നമ്പർ സിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ സിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എ പേഴ്സൺ ക്രോസസ് എ 600 meter ലോങ് സ്ട്രീറ്റ് ഇൻ 5 minutes. വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ കിലോമീറ്റർ per hour? ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും ഇതിന്റെ പറയുന്നില്ല, ഇതറിയാം, നമുക്ക് ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ 21, എ പേഴ്സൺ crosses a 600 meters long street in 5 minutes. What is the speed in kilometer per hour? Kilometer per hour. Answer B ആണ്, 7.2 kilometer per hour. അപ്പൊ നോക്കിയേ, ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് സി കോഡ് അല്ലാത്തവര് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്തോളൂ കേട്ടോ. പ്ലീസ് പെട്ടെന്ന് പറയൂന്ന് പറയുന്നുണ്ട്. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ്. എ ലൈബ്രറി ഹാസ് ബീൻ ആവറേജ് ഓഫ് 550 visitors in Sunday and 240 on other days. The average number of visitors per day in the month of 30 days beginning with the Sunday is 285. Option D ആണ്. സിയിലെ 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 285. Find the wrong number in the number series. നമ്പർ സീരീസിലെ wrong number 54. നമ്പർ സീരീസിലെ റോങ് നമ്പർ ഏതാണ്? 54 ആണ് റോങ് നമ്പർ. ഇൻ ദ certain code language, the term is written on EPAT and the love is written on EVOL. How will NITIN be written in the same language? അല്ലെ, അത് എങ്ങനെയാണ് അതിനെ എഴുതാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, അതായത് 24. ഓപ്ഷൻ എ, NITIN. തിരിച്ചിട്ടാലും അങ്ങനെ തന്നെയാണ് ഇല്ലേ വരുന്നത്. ഓക്കെ, സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സൈൻ ടു റീപ്ലേസ് ദ സ്റ്റാർ സൈൻ ആൻഡ് ടു ബാലൻസ് ദ ഇക്വേഷൻസ്. അവിടെ 2 കുത്തുണ്ട്. ബാലൻസ് ദ ഇക്വേഷൻ. ദെൻ 50 into 24 into സ്റ്റാർ ആണ് കേട്ടോ 3, അതായത് 3 star 6 star 7, അതായത് 25ന്റെ ആൻസർ ഇതാണ്. ഡി ഓപ്ഷൻ ആണ് 25ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 26, Akash left home and cycled 10 hours south, then turned right and cycled 5 kilometers and then again turned right and cycled 10 kilometers. After this he turned left and cycled 10 kilometers. How many kilometers will he have to cycle to reach his home? Right, left കിഴക്കോട്ടും പടിഞ്ഞാറോട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്കൊക്കെ തിരിയുമ്പോഴുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എ ആണ്, 15 kilometers. 15 kilometer ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then if 86 plus 37 is equal to 23 and 91 plus 78 equal to 64, then 52 plus 69 equal to dash. Answer 22. Answer A ആണ്, 22 ആണ് ആൻസർ. What will be the value of 75% of 480 plus 48% of 750? ആൻസർ ആണ് വരുന്നത്
720. 720 ആണ് ആൻസർ. 720. 28ന്റെ ആൻസർ ബി ആണ് 720. Then അടുത്തത്, a girl bought 10 pencil for ₹50 and sold them for ₹60. What is his gain in terms of percentage? 29 answer 20%. 29 answer 20%. The ratio of two members is 3:8 and the difference is 115. The smaller of the two numbers is answer 69. 69 ആണ് ആൻസർ. അപ്പൊ അതോടുകൂടി മാത്സിന്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, എളുപ്പമായിരുന്നു തോന്നുന്നു ഇല്ലേ? ക്വസ്റ്റ്യൻ കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ദെൻ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോർപ്പറേഷന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കിയേ. ദ മാക്സിമം ബോറോയിങ് പവർ ഇല്ലേ? മാക്സിമം ബോറോയിങ് പവർ ഓഫ് പ്രൈമറി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഈസ് ദ ഷെയർ ക്യാപിറ്റൽ is dash times the share capital and reserve fund. പ്രൈമറി കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മാക്സിമം ബോറോയിങ് പവർ MBP ആണ് ചോദിച്ചിരിക്കുന്നത്. അത് അതിന്റെ ഷെയർ ക്യാപിറ്റലിന്റെയും റിസർവ് ഫണ്ടിന്റെയും എത്ര ഇരട്ടി ആയിരിക്കും എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? അതായത് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ മാക്സിമം ബോറോയിങ് പവർ അതിന്റെ ഷെയർ ക്യാപിറ്റലിന്റെയും റിസർവ് ഫണ്ടിന്റെയും 50 ടൈംസ് കേട്ടോ, 50 ഇരട്ടി അല്ല സോറി 30 ടൈംസ് 30 ഇരട്ടി എന്നാണ്. അപ്പൊ അതില് ചെറിയൊരു വേരിയേഷൻസ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നിലവിലത്തെ കണ്ടീഷൻ അനുസരിച്ച് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ കേസിൽ ചെറിയൊരു മാറ്റത്തിന് ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ പ്രകാരം നമുക്ക് 30 ഇരട്ടി എന്ന് തന്നെ നമുക്ക് ഓർത്തിരിക്കാം. അതിലൊരു ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പം ആൻസറിൽ നമ്മൾ 99% കറക്റ്റ് ആയിട്ടുള്ളത് തരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിലവിലത്തെ കണ്ടീഷൻ അനുസരിച്ച് തന്നെ എന്തെങ്കിലും രീതിയിൽ നിലവിൽ അമെന്റ്മെന്റ് വന്നിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഡിസ്കസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ നമ്മൾ ഡിസ്കഷനുള്ളിൽ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ നിലവിൽ നമ്മൾ സെർച്ച് ചെയ്തനുസരിച്ച് 30 ടൈംസ് ആണ് കാണുന്നത്. Okay. Then apex level institution of the consumer movement in Kerala. കേരളത്തിലെ കൺസ്യൂമർ മൂവ്മെന്റിലെ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ? കണ്ണു അടച്ചെഴുതാം. ഏതാണ്? കൺസ്യൂമർ ഫെഡ്. ഏതാണ്? കൺസ്യൂമർ ഫെഡ്. ബി ആണ് ആൻസർ. The Operation Flood program on rural development has been directed to the village. Operation Flood പ്രോഗ്രാമിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആരാണ്? മാർക്കറ്റിംഗ് സൊസൈറ്റി, കൺസ്യൂമർ, ഹാൻഡ്ലൂം, ആരാണ്? മിൽക്ക് കോഓപ്പറേറ്റീവ്സ് ഇല്ലേ? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴേ തന്നെ നമുക്കറിയാം മിൽക്ക് ഇൻക്രീസിന് വേണ്ടിയുള്ളതാണ് മിൽക്ക് പ്രോഗ്രാംസ്. ഓക്കെ, ഓപ്ഷൻ പറയുന്നില്ല, ആൻസർ മാത്രമേ ഞാൻ പറയുന്നു പോകുന്നുള്ളൂ. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഓപ്ഷൻ പറയാതെ ഞാൻ ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. കട്ട് ഓഫ് എത്രയാണെന്ന് ഏകദേശം എത്ര വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ, ഏകദേശം എത്ര വരുമെന്ന്. അപ്പൊ നോക്കിയേ, ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ദാറ്റ് ജനറലി സപ്ലൈ റോ മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആൻഡ് ഹെൽപ്പ് മെമ്പേഴ്സ് ഇൻ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. ഓക്കെ, അതായത് ഒരു ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നു, ടൂൾസ് സപ്ലൈ ചെയ്യുന്നു, അതിനുവേണ്ട എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നു, മെമ്പേഴ്സിന് അവരുടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ സർവീസ്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി തന്നെ ഓപ്ഷന് 2 പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റിയും പറഞ്ഞിട്ടുണ്ട്, വർക്ക്ഷോപ്പ് സൊസൈറ്റി. ഇത് രണ്ടും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റിയാണ്. വർക്ക്ഷോപ്പ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സൊസൈറ്റിയാണ് വർക്ക്ഷോപ്പ് സൊസൈറ്റി. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റിയാണ്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, വർക്ക്ഷോപ്പ് സൊസൈറ്റി പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും റോ മെറ്റീരിയൽസും ടൂൾസും എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റിയാണ് കേട്ടോ. ഓക്കെ, then KS Bava committee recommended the formation of dash for the development of SC/ST community. നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ലാം അല്ലെ? ലാർജ് ഏരിയ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇല്ലേ? അപ്പൊ നോക്കിയേ, MBP ഇല്ലേ? അതായത് KS ബാവ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് എന്തിന്റെ ഫോർമേഷൻ ആണ്? SC/ST സൊസൈറ്റിയുടെ ലാബ്സിന്റെ ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ബാവ കമ്മിറ്റി.
An independent official appointment to investigate and resolve complaints relating to the functioning of cooperative societies. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഫംഗ്ഷൻ അല്ലല്ലേ, അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈന്റ്സുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി DCA അല്ലെ, ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺകറന്റ് ഓഡിറ്റേഴ്സ്, ഓംബുഡ്സ്മാന്, രജിസ്ട്രാർ, ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? രജിസ്ട്രാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സംബന്ധമായ പരാതികളാണ്. ഓഡിറ്റ് സംബന്ധമായ പരാതികളാണെങ്കിൽ DCAയും കൺകറന്റ് ഓഡിറ്റേഴ്സും വരും. ഇവിടെ റിലേറ്റിംഗ് ടു ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ്സുകൾ എവിടെ തന്നെയാണ്? രജിസ്ട്രാർ മുഖാന്തരം തന്നെയാണ്. ഇത് ലാംബ് ആണ് ആൻസർ, ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റി ആണ്. അപ്പൊ ഇവിടെ ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്? രജിസ്ട്രാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then act of unnecessary delay and postponing task ഇല്ലേ, unnecessary delaying and postponing task, അതാണ് procrastination എന്ന് പറയുന്നു. procrastination എന്നാണ് വിളിക്കുന്നത് അതിനെ. unnecessary delaying and postponing task, procrastination. B ആണ് ആൻസർ. Then who is the registrar of cooperative societies in Kerala? അല്ലേ, വളരെ സിമ്പിൾ ആണ്. ആരാണ് ആൻസർ? ഡോക്ടർ D. സജിത് ബാബു IAS. നമുക്കറിയാം സുഭാഷ് TV മാറി, ഇപ്പൊ പുതിയ ആളാണ് സജിത് ബാബു IAS. ഓക്കെ, ദെൻ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. കോപ്പറേഷൻ തീർന്നിട്ടില്ല, കോപ്പറേഷൻ തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഫസർ DG കാർവേ കമ്മീഷൻ ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിന്റഡ് ബൈ. DG കാർവേ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത ആരാണ്? ആരാ അപ്പോയിന്റ് ചെയ്തത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA. DG കാർവേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് ICA. Then the birthplace of cooperative movement in the world. കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ലോകത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്ന രാജ്യം ഇംഗ്ലണ്ട് അല്ലെ. എന്ത് സിമ്പിൾ ആണ് അല്ലേ ക്വസ്റ്റ്യൻ. One of the major trust area financed by NCDC. NCDCയുടെ മേജർ ഫിനാൻഷ്യൽ ഏരിയ ഏതാണ്? ഓപ്ഷൻ വായിക്കാതെ നമുക്കറിയാം. ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഏതാണ്? ICDP അല്ലെ, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രൊജക്ട്, ICDP പ്രൊജക്ട്. B ആണ് ആൻസർ. Then International Cooperative Day is celebrated on the first Saturday of dash every year. First Saturday of July അല്ലെ, first Saturday of July every year. Okay, first Saturday of July every year. Kisan credit card scheme is designed by dash in association with the registrar. Kisan credit card scheme ആരാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? നബാർഡ്. KCC സ്കീം ആരുടെയാണ്? KCC സ്കീം. KCC സ്കീം നബാർഡിന്റെ ആണ്. KCC സ്കീം. A society whose area of operation is confined to a taluk and the principal object is to provide long-term credit for agriculture and rural development activities. Explanation ഒന്നും വേണ്ടല്ലോ. ഏതാണ്? PCRDP അല്ലെ. ആൻസർ ഏതാണ്? PCRDP. The structure of housing cooperatives in Kerala. കേരളത്തിലെ ഹൗസിംഗ് സൊസൈറ്റികളുടെ സ്ട്രക്ചർ. ഏത് ടയറിലാണ് ഹൗസിംഗ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്? ഹൗസിംഗ് സൊസൈറ്റീസ് ആർ ഇൻ 2 ടയർ. വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കോപ്പറേഷൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റിയുടെ കാര്യവും ഒരു വർക്ക്ഷോപ്പ് സൊസൈറ്റിയുടെ കാര്യവും പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു ആശങ്കയിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ MBPയുടെ കേസും പറഞ്ഞു ഇല്ലേ. അത് നമ്മൾ 30 ടൈംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റം വരാൻ സാധ്യത പൂർണ്ണമായിട്ടും തള്ളി പറയാൻ പറ്റൂല. എന്നാലും നിലവിലെ ഒരു കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ആക്യുറേറ്റ് ആൻസർ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ലോ ആണ്. കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, then okay, the chief executive of a cooperative society has to prepare the financial statement dash from the close of the financial year and submit before the managing committee, and managing committee has to submit to the auditors within dash from the date of receipt of audit. നിങ്ങൾക്ക് കണ്ണും പൂട്ടി അറിയാൻ പറ്റുന്നു എത്രയാണ് ചീഫ് എക്സിക്യൂട്ടീവ്സ് വിത്തിൻ 1 month from the close of the financial year, then auditors within 50 days from the date of receipt of the same. Okay ആണ്. അടുത്തത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ്, 1 month and 15 days. Then
Dash of the KCS Act 1969 deals with the eligibility condition to be continued to be an active member of an Anand Matan Milk Cooperative Society. ഒരു മിൽക്ക് കോപ്പറേറ്റീവ് ആനന്ദ് മാറ്റൻ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എലിജിബിൾ മെമ്പർ, അതായത് സജീവ അംഗമായി മാറുന്നതിനുള്ള യോഗ്യത പ്രതിപാദിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 16B ആനന്ദ് പാറ്റൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എലിജിബിൾ മെമ്പേഴ്സിന്റെ കണ്ടീഷൻ പറയുന്നത് സെക്ഷൻ 16B. Then, which section of KCS Act 1969 deals with the Cooperative Revival Fund Scheme? Cooperative Revival Fund Scheme-മായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ 57E ആണ്. നമ്മൾ ഇന്നലെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഫണ്ട്സ് ഓഫ് പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ 57A, BC, D, E അതുവരെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അത് ഈ പുതിയ അമെന്റ്മെന്റ് ആണ്, വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. ആ ക്വസ്റ്റ്യൻ തന്നെ അത് വന്നിരിക്കുന്നു. നോക്കിയേ, സെക്ഷൻ 57E റിവൈവൽ ഫണ്ട് സ്കീം. Then maximum and minimum limit of establishment expenses include the pay and allowance of the employees of cooperative society shall be fixed by establishment expenses. Minimum and maximum limit of establishment expenses fix ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്, അല്ലെ? മിനിമം ആൻഡ് മാക്സിമം ലിമിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് ആര് ഫിക്സ് ചെയ്യുന്നു? ഗവൺമെന്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. Then option C ആണ്. Then next question 69A അറിയാം അല്ലെ? പുതിയ അമെന്റ്മെന്റ് വന്നാണ്. 69A ഓഫ് KCS Act 1969 പ്രിസ്ക്രൈബ്ഡ് സ്പെസിഫൈഡ് അബൌട്ട് എന്താ? വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്, അല്ലെ? പ്രോപ്പർട്ടീസിന്റെ വാല്യുവേഷനെ കുറിച്ചാണ് സെക്ഷൻ 59A പറയുന്നത്. ഓക്കെ, സെക്ഷൻ 59A എന്തിനെ കുറിച്ച് പറയുന്നു? വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് സെക്ഷൻ 59A പറയുന്നത്. അപ്പൊ നോക്കിയേ, അപ്പൊ സെക്ഷൻ 59A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്. Which one of the following is not a reason for supersection under section 32 of KCS Act 1969? അതായത് സെക്ഷൻ 32 പ്രകാരമുള്ള സൂപ്പർ സെക്ഷന്റെ കാരണമല്ലാത്തത് ഏത്? ആൻസർ മാത്രം പറഞ്ഞു പോവുകയാണ്. പറഞ്ഞിരിക്കുന്ന ആൻസർ പ്രകാരം എസ്റ്റൈൽമെന്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി, അല്ലെ? അതായത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിലോ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലോ സ്തംഭനം ഉണ്ടാവുന്നത് ആണ് തെറ്റായിട്ടുള്ള കാരണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാരണമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ദ ട്രാൻസ്ഫറിംഗ് ഓഫ് ഫണ്ട് ഓർ ലീസിംഗ് ഓഫ് അസറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി to a subsidiary institution shall be made within the prior approval of dash based on the resolution passed by the dash of the society. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫോം സെക്ഷൻ 14A അല്ലെ? സെക്ഷൻ 14A ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കണമെങ്കിൽ രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവൽ വേണം. അതുപോലെ തന്നെ ജനറൽ ബോഡിയുടെ റെസൊല്യൂഷനും പാസ്സായിരിക്കണം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? എ, രജിസ്ട്രാർ, ജനറൽ ബോഡി. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. The initial share capital to be needed for the registration of service cooperative society in your area is എത്ര രൂപയാണ്? അതായത് നിങ്ങളുടെ ഏരിയയിൽ ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ അതിന്റെ ഇനിഷ്യൽ പ്രാഥമിക മൂലധനം, ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എത്ര രൂപയായിരിക്കണം എന്നാണ്. അപ്പൊ നമ്മളറിയാം, ഒരു സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ്, അല്ലെ? ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നുണ്ട്. അതൊരു PSCS ആകാം, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആകാം, ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആകാം, അല്ലെ? അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഒരു ക്രെഡിറ്റ് സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ അതിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് എത്രയാണ്? 2,50,000 രൂപ, അതായത് 2,50,000. അതുപോലെ തന്നെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ എത്രയാണെന്ന് നമുക്കറിയാം. നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ 1 lakh ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതൊരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ദാറ്റ് ഈസ് 2,50,000. Then every cooperative society having a net profit shall set apart 5% of such net profit subject to a minimum of dash and maximum of dash towards education fund. ഇവിടെ ചോദിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ഫണ്ട് മിനിമം എത്രയാണ്, മാക്സിമം എത്രയാണ്? എഡ്യൂക്കേഷൻ ഫണ്ട് മിനിമം 2,000 രൂപ, മാക്സിമം അമെൻഡ് ചെയ്തു എത്രയാക്കി മാറ്റി? 1,00,000 രൂപ. അപ്പൊ നോക്കിയ ആൻസർ ഏതാണ്? ആൻസർ C ആണ്, 2,000, 1,00,000. Then
Rule 63 of KCS rules 1969 deals with റൂൾ 63. നോക്കിയേ, ഡയറക്റ്റ് റൂള് ചോദിച്ചിരിക്കുകയാണ്. റൂൾ 63 ഏതാണ്? ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് ദ സൈൻ ഓഫ് ഗ്രൗണ്ട് ഓഫ് ഇറഗുലാരിറ്റി ഓർ ഫ്രോഡ് അല്ലേ? ആണ് ഇല്ലേ? സെക്ഷൻ 83C ആണ് ആൻസർ. സെക്ഷൻ 83C, ഇറഗുലാരിറ്റീസ് ആൻഡ് ഫ്രോഡ്. Then rank of officers to be appointed for the election of managing committee of state cooperative union shall be decided by dash in consultation with dash. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷന് നിയമിക്കേണ്ട ഉദ്യോഗസ്ഥരെ ആര് നിയമിക്കുന്നു? ആരുമായിട്ട് ആലോചിക്കുന്നു? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നു, കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ്. ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഡിസൈഡ് ചെയ്യുന്നു ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ്. Then after the completion of winding up proceedings, if any undischarged liability remaining, that the amount may be invested in the financing bank for dash years after that. If the amount remain unpaid, the registrar his own motion or on the application of liquidator pass an order to transfer dash amount to the dash. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ ലിക്വിഡേഷന്റെ സമയത്ത് ഇല്ലേ, ലിക്വിഡേഷൻ സമയത്ത് എന്ത് വരികയാണെങ്കിൽ ലിക്വിഡേഷൻ ഫണ്ട് ഇല്ലെ, ലിക്വിഡേഷൻ സമയത്ത് അതിന്റെ എമൗണ്ട് എക്സസ് വരുന്ന ലിക്വിഡേഷൻ എമൗണ്ട് ഇല്ലെ, ആ ലയബിലിറ്റി മീറ്റ് ചെയ്യുന്നതിന് ഒരു സഹകരണ സംഘത്തിന്റെ സമാപ്തീകരണ സമയത്ത് ആയ ശേഷം ബാക്കി എന്തെങ്കിലും ബാധ്യത കൊടുക്കാതെ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ആ തുക ഡാഷ് ധനസഹായ ബാങ്കിൽ നിക്ഷേപിക്കുകയും അതിനുശേഷം അവ തിരികെ നൽകാതെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ സ്വയം തീരുമാന പ്രകാരമോ ലിക്വിഡേറ്ററുടെ അപേക്ഷ പ്രകാരമോ അത് ഡാഷിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഡാഷ് ഫണ്ടിലേക്ക് മാറ്റണം. എങ്ങോട്ടേക്കാ മാറ്റേണ്ടത്? 2 years അത് അങ്ങനെ തന്നെ നിലനിർത്തണം. അതിനുശേഷം അതെങ്കിലേക്ക് മാറ്റണം? കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് മാറ്റണം. ആ കോമൺ ലിക്വിഡേഷൻ ഫണ്ടിലേക്കാണ്. അപ്പൊ നോക്കി ഇവിടെ എന്താ പറയുന്നത്? ഫിനാൻസിംഗ് ബാങ്ക് ഫോർ 2 years after that, if the amount remaining and unpaid, the registrar his own motion on the application of liquidator pass an order to transfer that amount to the common liquidation fund. Okay, then which one of the following is not a reason for enquiry under section 65? അതായത് സെക്ഷൻ 65 പ്രകാരമുള്ള അന്വേഷണത്തിന്റെ കാരണമല്ലാത്ത, ഈ നോട്ടൊക്കെ ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കണം കേട്ടോ വായിച്ചിരിക്കുന്നത്. കാരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്, മജോറിറ്റി കമ്മിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ആണ്, വിജിലൻസ് ഓഫീസർ റിപ്പോർട്ട് ആണ്, ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ ഫിനാൻസിംഗ് ബാങ്ക് ഓഫ് ദ സൊസൈറ്റി. കാരണമല്ലാത്തത് സി ആണ് ആൻസർ. റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 76, സെക്ഷൻ 868A. Then election fees to be remitted by the Circle Cooperative Union for the election of committee members of the Circle Cooperative Union. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ ഫീസ് എത്രയാണ്? ഇലക്ഷൻ ഫീസ് എന്ന് പറയുന്നത് 1500 സി ആണ്. 59ാമത്തെ ആൻസർ സി. റൂൾ 50 എന്താണ്? റൂൾ 50 ഡയറക്റ്റ് ആണ്. റൂൾ 50 എന്തിനെ കുറിച്ച് പറയുന്നു? ട്രെയിനിങ് പ്രോഗ്രാംസ്. റൂൾ 50 എ ട്രെയിനിങ് പ്രോഗ്രാം. റൂൾ 50A ഓഫ് KCS ആക്ട് 1969 എന്താ പറയുന്നത്? ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ഇത്രയുമാണ് ലോയുടെ ക്വസ്റ്റ്യൻസ്. ലോയുടെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അമെൻമെന്റുകളും റൂളുകളും നല്ല രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പുതിയ അമെൻമെന്റുകൾ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് അമെൻമെന്റുകൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് CSEB പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമെൻമെന്റുകൾ ചോദിച്ചിരിക്കുന്ന അമെൻമെന്റുകളും അതുപോലെ തന്നെ റൂൾസിന്റെ അമെൻമെന്റുകളാണ് കൂടുതലായിട്ടും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പൊ ബാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വരുന്നത്. അപ്പൊ നോക്കിയേ, ബാങ്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേ,
ആൻസർ ടിക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. നിങ്ങൾ ആൻസർ ടിക്ക് ചെയ്ത് തന്നെയാണ് പോകുന്നത് കേട്ടോ. As per which act bank are required to maintain minimum statutory liquidity ratio as prescribed by the RBI? Okay, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, മിനിമം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഏത് ആക്ട് പറയുന്നു? SLR സെക്ഷൻ 24 ഓഫ് DR ആക്ട്. ആൻസർ എ ആണ്. സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയെ പറ്റി പറയുന്നത്. നിലവിലത്തെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 18%. നമ്മൾ പഠിച്ചതാണ്. Know your customer guidance has been introduced to bank in the view of curtailing. അതായത് ബാങ്കുകള് നോ യുവർ കസ്റ്റമർ KYC ഗൈഡ് ലൈൻസ് പാലിക്കണം എന്ന് പറയുന്നത് എന്തിനെ ഒഴിവാക്കുക അല്ലെങ്കിൽ എന്തിനെ തടയുന്നതിന്റെ ഉദ്ദേശത്തോടു കൂടിയാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എന്തിനാണ്? മണി ലോണ്ടറിങ്, ഇല്ലെ? മണി ലോണ്ടറിങ്ങിനെ തടയുക, ഇല്ലെ? കള്ളപ്പണം വെളുപ്പിക്കല്, ലോണ്ടറിങ്, കൃത്രിമമായി പണം ഉണ്ടാക്കുന്നതിനെ തടയുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ് KYC മാനദണ്ഡങ്ങള് ബാങ്കുകള് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി when the holder of an order check sign on the back of it without the name of the person who made to whom the amount is to be paid. അതായത് പേഴ്സൺ ഒരു ചെക്കിന്റെ ബാക്കിൽ സൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിലെ എമൗണ്ട് ആർക്കാണ് നൽകേണ്ടതെന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് എൻഡോസർ സൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻഡോസി ആരാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാങ്ക് എൻഡോസ്മെന്റ്, അല്ലെ? എൻഡോസർ സൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കാണ് എമൗണ്ട് കൊടുക്കേണ്ടത്? എൻഡോസി ആരാന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ പഠിച്ചതാണ്, അല്ലെ? എന്താണത്? ബ്ലാങ്ക് എൻഡോസ്മെന്റ്. എൻഡോസറും എൻഡോസിയും ഉണ്ടെങ്കിൽ ഫുൾ എൻഡോസ്മെന്റ്. Then section 131 of Negotiable Instrument Act extends the protection to be, അല്ലെ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 131 എന്തിനു നൽകുന്ന പ്രൊട്ടക്ഷൻ ആണ്? കളക്ടിംഗ് ബാങ്കിന് നൽകുന്ന പ്രൊട്ടക്ഷൻ ആണ്, അല്ലെ? 128 പേയിങ് ബാങ്കിന് നൽകുന്ന പ്രൊട്ടക്ഷൻ, 131 is a protection to the collecting bank. Then agricultural sector ഷോർട്ട് ഡ്യൂറേഷൻ, ഒരുപാട് തവണ CSEB ചോദിച്ചതാണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് അഗ്രികൾച്ചർ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. Agricultural sector short duration crop loan will become NPA if the installment and interest is overdue. അതായത് ഒരു അഗ്രികൾച്ചറൽ ഷോർട്ട് ടൈം ക്രോപ്പ് ലോണാ എത്ര തവണ അല്ലെങ്കിൽ എപ്പോഴാണ് അതിനെ NPA ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന്? എപ്പോൾ NPA കൺസിഡർ ചെയ്യുന്നതാ? ടോപ്പ് ക്രോപ്പ് സീസൺ. നോക്കിയേ, ഈ ഷോർട്ട് ഡ്യൂറേഷൻ, അല്ലെ? അതായത് ST ലോൺസ്, ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള ഹ്രസ്വകാല ക്രോപ്പ് ലോൺസ് ആണെങ്കിൽ അതിനെ 2 ക്രോപ്പ് സീസൺ കഴിയുമ്പോൾ നമ്മൾ NPA ആയിട്ട്, അല്ലെങ്കിൽ 2 ക്രോപ്പ് സീസണിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റും ക്യാപിറ്റലിനും ഡ്യൂ വന്നാൽ നമ്മൾ അതിനെ NPA ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നാൽ ലോങ് ഡ്യൂറേഷൻ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? സിംഗിൾ ക്രോപ്പ് സീസൺ, അല്ലെ? സിംഗിൾ ക്രോപ്പ് സീസൺ കഴിയുമ്പോൾ. Which is the approach adopted by the Integrated Ombudsman in 2021. ഇല്ലേ? ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനെ അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്കീം അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു അപ്രോച്ച്, സമീപനം എന്തായിരുന്നു? വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ, ഇല്ലേ? നമ്മുടെ ശ്രീ നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞാണ് ഒരു രാജ്യത്തിന് ഒരു ഓംബുഡ്സ്മാൻ മതി എന്നത് പ്രകാരമാണ് നമ്മള് നിലവിലുണ്ടായിരുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാനും അല്ലെങ്കിൽ NBFCക്ക് മാത്രമായിട്ടുണ്ടാകുന്ന ഓംബുഡ്സ്മാന്, ഡിജിറ്റൽ ബാങ്കിങ്ങിന് മാത്രമായിട്ടുണ്ടാകുന്ന ഓംബുഡ്സ്മാനെ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. 1921 നവംബറിൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ കൊണ്ടുവന്നു. അതിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പരീക്ഷയുടെ റിവിഷൻ എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് 2 ദിവസം മുന്നേ ഉള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അത് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നോക്കിയേ, വാട്ട് ഈസ് ദ പെക്യുലിയറി ജുഡിസ്ട്രിക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഫോറം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ അധികാര പരിധി എത്ര എമൗണ്ട് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്ര എമൗണ്ട് ആണ്? 50 ലക്ഷം, അല്ലെ? ഡിസ്ട്രിക്ട് ഫോറം 50 ലക്ഷം, സ്റ്റേറ്റ് ഫോറം 2 കോടി, നാഷണൽ ഫോറം എബവ് 2 crore, ഇല്ലേ? നമ്മൾ അങ്ങനെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നു. നോക്കിയാൽ ഡിസ്ട്രിക്ട് ഫോറം 50 lakh. ദെൻ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കിയേ, എന്താ നോക്കിയേ, വിച്ച് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻ ദ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം?
ഇല്ലേ? അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ക്രെഡിറ്റ് ഡെലിവറി വായ്പാ വിതരണ സംവിധാനത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്? ഏത് കാറ്റഗറിയിലാ? മൈക്രോ ഫിനാൻസ് അല്ലെ? ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്? അതെന്താണ്? മൈക്രോ ഫിനാൻസ് ആണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസ്. വാട്ട് ഈസ് ദ ലോൺ ടാർഗറ്റ് ഓഫ് വീക്കർ സെക്ഷൻ ബെനിഫിഷ്യറീസ് ഫോർ ബാങ്ക് അതർ ദാൻ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്? other than regional rural banks as per new priority sector guidelines. അതായത് മുൻഗണനാ പുതിയ പ്രയോറിറ്റി സെക്ടർ ഗൈഡ്ലൈൻസ് പ്രകാരം റീജിയണൽ റൂറൽ ബാങ്കുകൾ ഒഴികെയുള്ള ബാങ്കുകളുടെ വീക്കർ സെക്ഷൻസിന്റെ ടാർജറ്റ് 10% കേട്ടോ. വീക്കർ സെക്ഷന്റെ ടാർജറ്റ് എത്ര ശതമാനമാണ്? 10%. Then അടുത്തത്, when the loan installment is due to payment from 31 days to 60 days, the account is classified as which category of special mention account? ഇതും നമ്മൾ ലാസ്റ്റ് റിവിഷൻ ടോപ്പിക്കിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. SMA അക്കൗണ്ട്, സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. ആ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടിൽ 31 ദിവസം മുതൽ 60 ദിവസം വരെ ഡ്യൂ വന്നു കഴിഞ്ഞാൽ അതിൽ SMA അക്കൗണ്ടിൽ ഏതിലേക്ക് പോകുന്നു? SMA1 അല്ലേ? അപ്പം 0 to 30 ആണെങ്കിൽ SMA, 31 to 60 ആണെങ്കിൽ SMA1, 61 to 90 ആണെങ്കിൽ SMA2. ഇവിടെ ആരാണ്? 31 to 60 ആണെങ്കിൽ SMA1 അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. Then which is a return in the security thread of currency note of higher denomination? ഹയർ ഡിനോമിനേഷനിലുള്ള കറൻസി നോട്ടുകളിലെ സെക്യൂരിറ്റി ത്രെഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആ സെൻട്രൽ കൂടി പോകുന്ന ഒരു സെക്യൂരിറ്റി ത്രെഡിലില്ലേ, അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷിൽ RBI എന്നും ഹിന്ദിയിൽ ഭാരത് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. സെക്യൂരിറ്റി ത്രെഡ് നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ് അല്ലെ? ആ സെക്യൂരിറ്റി ത്രെഡിൽ നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത്? RBI ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ RBI എന്നും ഹിന്ദിയിൽ ഭാരത് എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. സെക്ഷൻ 9 ഇല്ലേ? സെക്ഷൻ 9 എന്തായിരുന്നു? നമ്മൾ പറഞ്ഞ നോൺ ബാങ്കിങ് അസറ്റുകൾ ഇല്ലേ? നോൺ ബാങ്കിങ് അസറ്റുകളെ എങ്ങനെ ഡിസ്പോസൽ ചെയ്യണമെന്നാണ് സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്നത്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 9 of BR Act, non banking company shall hold on immovable properties however acquired except such as is required to his own use for any period exceeding -years from the acquisition of their own. അതായത് നോൺ ബാങ്കിങ് അസറ്റുകൾ സൊസൈറ്റിയുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ള അസറ്റുകൾ എത്ര മാസം മാത്രമേ അല്ലെങ്കിൽ എത്ര നാള് വഴി മാത്രമേ നമ്മൾ കയ്യിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ? എത്രയാണ്? 7 വർഷം. അതായത് നോൺ ബാങ്കിങ് അസറ്റുകൾ 7 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഡിസ്പോസൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എത്ര നാൾക്കുള്ളിലാണ്? 7 വർഷത്തിനുള്ളിൽ ഡിസ്പോസൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. 7 years ആണ് ആൻസർ. അണ്ടർ ഫാം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1-2 തവണ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അണ്ടർ ഫാം മെക്കനൈസേഷൻ സ്കീം ലോൺ ഈസ് ഗിവൺ ഫോർ ഫാം മെക്കനൈസേഷൻ സ്കീം ലോൺ ഈസ് ഗിവൺ ടു പർച്ചേസ് ഓഫ് ഫാം എക്യുപ്മെന്റ്സ്. എന്തിനു വേണ്ടിയാണ്? ഫാം എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതിനോട്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗൂഗിൾ പേ ഇല്ലേ? നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഗൂഗിൾ പേ. ഈസ് എ ഡാഷ്. ഗൂഗിൾ പേ ഈസ് എ ഡാഷ്. ഗൂഗിൾ പേ ഈസ് എ ടെക് ഫിൻ കമ്പനി. ഗൂഗിൾ പേ ഈസ് എ ടെക് ഫിൻ കമ്പനി. റുപേ കാർഡ് ഈസ് ലോഞ്ച്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ. റുപേ കാർഡ് കൊണ്ടുവന്നതും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ആരാണ്? ഇതിൽ ആൻസർ ഉണ്ടോ? ആൻസർ ഇല്ല. നൺ ഓഫ് ദി അബോവ് ആണ് ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അല്ലെ? NPCI ആണ് ആൻസർ. അപ്പൊ റുപേ കാർഡ് ലോഞ്ച്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഓപ്ഷൻ ഡി ആണ്. നൺ ഓഫ് ദി അബോവ്. ഓക്കെ, then dash consists of black squares. ഇതും കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നോക്കിയേ, ആ ലാസ്റ്റ് ദിവസത്തെ ക്ലാസ്സിൽ ഹാജരായവർക്ക് എത്രയാണ് അവർക്ക് ഇമ്പോർട്ടൻസ് എന്ന് ആലോചിച്ച് നോക്കിയേ. The dash consists of black squares arranged in the square grid on the white background, which can be read by the imaging direct device such as a camera called QR called quick response called ഇല്ലേ? വൈറ്റ് സർഫസിൽ സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ, അതിന്റെ ഉള്ളില്
ബ്ലാക്ക് കളറിലുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ക്യാമറ വെച്ച് നമ്മൾ ആ ഡിവൈസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇമേജ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയുള്ള റീഡ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയുള്ള സംവിധാനമാണ് ക്വിക്ക് റെസ്പോൺസ് കോഡ്, QR കോഡ്. എ മാൻഡേറ്റ്, ഇത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ ചെയ്ത് പോയതാണ് അല്ലെ. എ മാൻഡേറ്റ് ഈസ്, നമ്മൾ പറഞ്ഞു മാൻഡേറ്റ്, നമ്മൾ അന്ന് പറഞ്ഞാണ് മാൻഡേറ്ററി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ബാങ്കിന്റെ മാൻഡേറ്റ് ആണ്. എന്താണ് ബാങ്കിന്റെ മാൻഡേറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്? നമ്മുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് ബാങ്കിനെ നമ്മൾ ഒരു ഏജന്റ് ആയിട്ട് നിയമിക്കുകയാണ് അല്ലെ, നമ്മുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന്. അത് ഏതാ? ദ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൽ ടു ഹിസ് ഏജന്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ആ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷ ബാങ്കിങ്ങിന്റെ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സുകളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നിർബന്ധമായിട്ടും അതിൽ വരണം. കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ആയിരിക്കാം വീട്ടിലിരിക്കുന്നത്, എന്നാലും ഈ അവസാന നിമിഷങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകും കേട്ടോ. നോക്കിയേ, ഗാർണിഷ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, സിവിൽ കോർട്ട്. സ്ഥിരം CSEB ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സിവിൽ കോർട്ട് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. Then the charge on movable asset without possession to be created is charge. ഒന്നുമില്ല, മൂവബിൾ അസറ്റിന്മേൽ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജ്, മൂവബിൾ അസറ്റിന്മേൽ വാഹനം, വെഹിക്കിൾ, അതിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചാർജിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹൈപ്പോത്തിക്കേഷൻ. ഇമ്മൂവബിൾ ആകുമ്പോൾ മോർഗേജ് ആയി മാറും, മൂവബിൾ ആകുമ്പോൾ ഹൈപ്പോത്തിക്കേഷൻ. ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ ദ കേസ് ഓഫ് റെമിറ്റൻസ്. റെമിറ്റൻസിന്റെ കേസിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം എന്താ? റെമിറ്റൻസിന്റെ കേസിൽ ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്. എന്ത് റിലേഷൻഷിപ്പ് ആണ്? ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് ആണ് റെമിറ്റൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം. നോക്കിയേ, ബാങ്കിങ് പരീക്ഷ എല്ലായ്പ്പോഴും നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്യാമിനെ സംബന്ധിച്ചിടത്തോളം, ക്യാമിലെ കുട്ടികൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവസാന ദിവസം, അതായത് റിവിഷൻ ക്ലാസ്സുകളിൽ മെൻഷൻ ചെയ്ത ക്വസ്റ്റ്യൻസുകൾ അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുപൂർവ്വം ശ്രദ്ധിച്ച് കേൾക്കണം. അതിനകത്ത് QR കോഡ്, മാൻഡേറ്റ്, SMA അക്കൗണ്ട്, അതുപോലെ തന്നെ കറൻസി നോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ നമ്മൾ അവസാന നിമിഷം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റോടുകൂടി നമ്മൾ പറഞ്ഞു തന്നാണ്. അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയാണ്, ബാങ്കിങ് മാത്രമല്ല. ഓക്കെ, ബാക്കി ഞാൻ ബാങ്കിങ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ബാങ്കിങ്ങിനെ കുറച്ചും കൂടി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെയാണ്. ലോയുടെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് ഒരു 70% ലോയുടെ ക്വസ്റ്റ്യൻസ് അത് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മുടെ ലോയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ക്ലാസ്സുകൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ പഠിക്കണം. പുതിയ നോട്ടിഫിക്കേഷൻ വന്ന്, പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതിന് വളരെ സീരിയസോട് പിന്നെ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ വളരെ വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ മാക്സിമം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. നോക്കിയേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്, ഇനി വരുന്നത് അക്കൗണ്ടൻസി ആണ്. നമുക്ക് പെൻഡിങ് ഇനി നമ്മൾ പറയാനുള്ളത് അക്കൗണ്ടൻസി ആണ്. നോക്കിയേ, അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വളരെ സിമ്പിൾ ആയിരുന്നു എന്ന് തോന്നുകയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താഴെ തന്നിരിക്കുന്നതിൽ മാർജിൻ ഓഫ് സേഫ്റ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് സെയിൽസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. സെയിൽസ് മൈനസ് അല്ലെങ്കിൽ ഹൈഫൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് എന്തുമായി ബന്ധപ്പെട്ട മാർജിൻ ഓഫ് സേഫ്റ്റി. സി ആൻസർ റെക്കോർഡ് ഉള്ളവർ എ മാർക്ക് ചെയ്തോളുക. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്? ദെൻ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഏൺ ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബി ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The next questions, which is the method of issue material when material purchased in the February is issued where materials purchased from February to June remains the stock. Edana. Then FIFO, FIFO. C an answer of FIFO, first in first out method. What is the method of writing down the value of mines and quarries on the basis of productions? Edana mines and quarries,
ഡിപ്ലീഷൻ. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഡിപ്ലീഷൻ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് വേജ് പേയ്മെന്റ് when the period of works is considered? ഏതാണ്? ടൈം റേറ്റ് സിസ്റ്റം. ഏതാണ്? ടൈം റേറ്റ് സിസ്റ്റം. ഡി ആണ് ആൻസർ വരുന്നത്, ടൈം റേറ്റ് സിസ്റ്റം. ഡി ആണ് ആൻസർ, ടൈം റേറ്റ് സിസ്റ്റം. ടോട്ടൽ അസറ്റ്, കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു, ഈസി അല്ലേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ടോട്ടൽ കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. Which is the documents that provides the information about the financial position of a firm. ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ഇല്ലേ? 88 ആൻസർ ബാലൻസ് ഷീറ്റ്. 88 ബി ആണ് ആൻസർ വരുന്നത്, ബാലൻസ് ഷീറ്റ്. Which is the name of entry where the some transaction is posted on the both side of the cash book is called contra entry. Both side of the cash book is called contra entry. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? Then which ratio indicates the long term financial position of firm? ഒരു ഫേമിന്റെ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ സോൾവെൻസി റേഷ്യോ അല്ലെ? ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത് സോൾവെൻസി റേഷ്യോ. ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് കൺസേൺ വിത്ത് ദ recognition of revenue and expense. The concept of accounting is concerned with the recognition of revenue and expense is the accrual. ACCRUAL. Option C ആണ് ആൻസർ. Bill receivable is a asset. ഇല്ലേ? Bill receivable എന്ന് പറയുന്നത് എന്താണ്? Asset ആണ്. ഓപ്ഷൻ ബി ആണ്. Journal book is otherwise known as book of original entry. ഇല്ലേ? ജേണൽ ബുക്കിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഇല്ലേ? അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വളരെ അക്കൗണ്ടൻസിക്ക് അറിയാവുന്നവർ, നല്ല രീതിയിൽ അക്കൗണ്ടൻസി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നത് വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു ഈ അക്കൗണ്ടൻസിയുടെ പോർഷൻസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് അല്ലാത്ത ഏതാ? ഗുഡ്വിൽ is not a current asset, goodwill. Salary due for the payment but not paid is an salary due for the period but not paid is an. എന്താണ്? സാലറി ഡ്യൂ ആണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അത് പേയ്മെന്റ് നടത്തിയിട്ടില്ല. അപ്പൊ അത് എന്താണ്? അത് ലയബിലിറ്റി ആണ്, നമ്മുടെ ബാധ്യതയാണ്, കൊടുക്കാനുണ്ട്. A book of original entry where financial transaction for a specific period or day are chronologically recorded. Chronologically recorded is called the day book. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Day book. Then the income over expenditure shown in the income and expenditure account. അല്ലെ? ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആകുമ്പോൾ അത് എന്താവും? സർപ്ലസ്. ടേംഡ് സർപ്ലസ്. ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർഹെഡ്. ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർഹെഡ് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർഹെഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഈസ് ഈക്വൽ ടു മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. കാരേജ് ഔട്ട്വേർഡ് അല്ല, കാരേജ് ഇൻവേർഡ്. ഔട്ട്വേർഡ് അല്ല, ഇൻവേർഡ് ആണ്. Carriage inward is the direct expense. Carriage inward എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ്. അങ്ങനെ നമ്മൾ CSEB-യുടെ ക്ലർക്കിന്റെ എക്സാമിന്റെ 100 ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പലരും കട്ട് ഓഫ് എത്ര പ്രതീക്ഷിക്കാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കട്ട് ഓഫ് നമ്മൾ എത്ര പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഒരു ആവറേജ് അല്ലെങ്കിൽ നിലവിൽ പരീക്ഷ എഴുതിയ ഒരു കുട്ടികളുടെ ഒരു കേസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ CSEB പരീക്ഷയൊക്കെ അപേക്ഷിച്ച് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു 80 മാർക്ക് മേടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു പരീക്ഷയാണിത്.
അപ്പം മാത്സിൻ്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ജി കെ ആണെങ്കിലും എല്ലായ്പ്പോഴും മാത്സും ഇംഗ്ലീഷും ജി കെ ഒക്കെയാണ് നമുക്ക് ടഫായിട്ടൊക്കെ ഇടയ്ക്ക് വരുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു ആവറേജ് നിലവാരത്തിൽ പോയിട്ടുണ്ട്. സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം സിലബസ് വൈസ്ഡ് വൃത്തിയായി പഠിച്ചിട്ടുള്ള കുട്ടിക്ക് അതിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു എന്നറിയാതെ ഞങ്ങൾക്കറിയില്ല ടഫാണ് എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടാവുന്നില്ല. അപ്പൊ സിലബസ് പ്രകാരം പഠിച്ച അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഈസി ആയിട്ടും 80 മാർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഈ ഡിസ്കഷനുമായിട്ട് സഹകരിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസറുകൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റിൽ ബബിളി ചെയ്തിരിക്കുന്നതെന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും, ഇന്ന് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും ക്യാമിൻ്റെ വിജയാശംസകൾ. താങ്ക് യു. ഓക്കെ.